ഇന്ത്യയിലെ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ഏതെല്ലാം ആണ്? ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന ഡോക്ടർ ഹോമി ജഹാംഗീർ ഭാഭ 1944 ഇന്ത്യക്ക് സ്വന്തമായി ഒരു ആണവ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ടുവച്ചു. 1945 ഡിസംബർ 19 ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് എന്ന പേരിൽ ഹോമി ജെ ഭാഭ ഡയറക്ടറായി ആണവ ഗവേഷണ സ്ഥാപനം ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചു. 1948 ഏപ്രിൽ 15 ഇന്ത്യൻ ആറ്റോമിക് എനർജി ആക്ട് നിലവിൽ വന്നു. അതോടൊപ്പം തന്നെ ആറ്റോമിക് എനർജി കമ്മീഷനും സ്ഥാപിതമായി. ആറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ഡോക്ടർ ഹോമി ജെ ഭാഭ ആയിരുന്നു. 1954 ജനുവരി 3 ഇന്ത്യൻ ആറ്റോമിക് എനർജി കമ്മീഷൻ മഹാരാഷ്ട്രയിലെ ട്രോംബെയിൽ ആറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് സ്ഥാപിക്കുവാൻ തീരുമാനിച്ചു. 1954 ആഗസ്റ്റ് 3 ഡോക്ടർ ഹോമി ജെ ഭാഭ സെക്രട്ടറിയായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് എനർജി നിലവിൽ വന്നു. ആറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് ട്രോംബെ 1957 ജനുവരി 20 ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. 1966 ജനുവരി 24 ഒരു വിമാനാപകടത്തിൽ ഡോക്ടർ ഹോമി ജെ ഭാഭ അന്തരിച്ചതിനെ തുടർന്ന് അന്നത്തെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി 1967 ജനുവരി 12 അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഈ സ്ഥാപനത്തിൻ്റെ പേര് ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്റർ എന്ന് ആക്കി മാറ്റി. ഇന്ത്യയുടെ ഏറ്റവും വലിയ ആറ്റോമിക് റിസർച്ച് സെന്റർ ആണ് ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്റർ. ഇന്ത്യയുടെ ആദ്യ ന്യൂക്ലിയർ റിയാക്ടർ ആണ് അപ്സര. ഏഷ്യയിലെ ആദ്യ ന്യൂക്ലിയർ റിയാക്ടറും അപ്സര ആണ്. അപ്സര കമ്മീഷൻ ചെയ്തത് 1956 ഓഗസ്റ്റ് 4 മഹാരാഷ്ട്രയിലെ ട്രോംബെയിൽ ആണ്. അപ്സര ഒരു പൂൾ ടൈപ്പ് റിയാക്ടർ ആണ്. ലോകത്തിലെ ആദ്യ ന്യൂക്ലിയർ റിയാക്ടറുകൾ ആണ് പൂൾ ടൈപ്പ് റിയാക്ടറുകൾ. ബ്രിട്ടനുമായി സഹകരിച്ചാണ് അപ്സര ന്യൂക്ലിയർ റിയാക്ടർ നിർമ്മിച്ചത്. ഇന്ത്യയുടെ ആദ്യ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ആണ് താരാപൂർ. 1969 മഹാരാഷ്ട്രയിലെ ട്രോംബെയിൽ ആണ് ഇത് കമ്മീഷൻ ചെയ്തത്. അമേരിക്കയുമായി സഹകരിച്ചാണ് താരാപൂർ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ നിർമ്മിച്ചത്. ഇത് ഒരു ബോയിലിംഗ് ടൈപ്പ് റിയാക്ടർ ആണ്. ഏഷ്യയിലെ ആദ്യ ബോയിലിംഗ് ടൈപ്പ് റിയാക്ടർ ആണ് താരാപൂർ. ഇന്ത്യയിലെ ഏറ്റവും എനർജി പ്രൊഡക്റ്റീവ് ആയ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ആണ് താരാപൂർ. ഇന്ത്യയിൽ ഏറ്റവുമധികം ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതും ഉപയോഗിക്കുന്നതും മഹാരാഷ്ട്ര ആണ്. അതുകൊണ്ടാണ് മഹാരാഷ്ട്ര എനർജി സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആണവ നിലയങ്ങളെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇത് സ്ഥാപിതമായത് 1987 സെപ്റ്റംബറിൽ ആണ്. ഇതിൻ്റെ ആസ്ഥാനം മുംബൈ ആണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ SK ശർമ്മ ആണ്. ലോകത്തിലെ ആദ്യത്തെ അണുബോംബ് പരീക്ഷിക്കപ്പെട്ടത് 1945 ജൂലൈ 16 ന്യൂ മെക്സിക്കോയിലെ അലമൊഗോർഡോയിൽ വെച്ച് ആണ്.
1945 ആഗസ്റ്റ് 6-ന് ലിറ്റിൽ ബോയ് എന്ന ഓമനപ്പേരിൽ ജപ്പാനിലെ ഹിരോഷിമയിൽ ആദ്യ പ്രയോഗം നടന്നു. ആഗസ്റ്റ് 9-ന് പ്ലൂട്ടോണിയം 239 ഉപയോഗിച്ച് നിർമ്മിച്ച ഫാറ്റ്മാൻ എന്ന ബോംബ് ജപ്പാനിലെ തന്നെ മറ്റൊരു നഗരമായ നാഗസാക്കിക്ക് മേലും വർഷിക്കപ്പെട്ടു. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്നത് 1974 മെയ് 18-ന് രാജസ്ഥാനിലെ പൊക്രാനിൽ ആണ്. ഇതിൻ്റെ രഹസ്യനാമം ആയിരുന്നു സ്മൈലിംഗ് ബുദ്ധ. അവിടെ ന്യൂക്ലിയർ ഫിഷൻ ബോംബിൻ്റെ എക്സ്പ്ലോഷൻ ആണ് നടന്നത്. പ്രൊജക്ട് ഡയറക്ടർ രാജാ രാമണ്ണ ആയിരുന്നു. ഡോക്ടർ രാജാ രാമണ്ണയാണ് ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവായി അറിയപ്പെടുന്നത്. ഇന്ദിരാഗാന്ധി ആയിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി. രണ്ടാം ഘട്ട ആണവ പരീക്ഷണം നടന്നത് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് ആണ്. ഇത് 1998 മെയ് 11-നും 1998 മെയ് 13-നും ആയിരുന്നു. ഓപ്പറേഷൻ ശക്തി എന്നായിരുന്നു ഇതിൻ്റെ രഹസ്യനാമം. 1998 മെയ് 11-ന് 3 ബോംബുകൾ ആണ് എക്സ്പ്ലോഡ് ചെയ്തത്. ശക്തി 1, ശക്തി 2, ശക്തി 3 എന്നിവയായിരുന്നു അവ. 1998 മെയ് 13-ന് 2 ബോംബുകൾ ആണ് എക്സ്പ്ലോഡ് ചെയ്തത്. ശക്തി 4 ആൻഡ് ശക്തി 5 എന്നിവയാണ് അവ. അതിൽ ഒരു ബോംബ് ന്യൂക്ലിയർ ഫ്യൂഷൻ ബോംബും ബാക്കിയുള്ളവ 4 ന്യൂക്ലിയർ ഫിഷൻ ബോംബുകളും ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യ ന്യൂക്ലിയർ ഫ്യൂഷൻ ബോംബിൻ്റെ എക്സ്പ്ലോഷൻ ആണ് 1998 മെയ് 11-ന് നടന്നത്. ശക്തി 1, ശക്തി 2, ശക്തി 3 എന്നീ 3 ബോംബുകളുടെ വെസലുകൾ അറിയപ്പെടുന്നത് വൈറ്റ് ഹൗസ്, താജ്മഹൽ, കുംഭകർണൻ എന്നീ പേരുകളിൽ ആണ്. രണ്ടാം ഘട്ട ആണവ പരീക്ഷണം നടക്കുമ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാം അവിടം സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തിന് അസൈൻ ചെയ്ത കോഡ് നെയിം ആണ് ക്യാപ്റ്റൻ പൃഥ്വിരാജ്. ഇന്ത്യയുടെ ആദ്യ ഫാസ്റ്റ് ബ്രീഡിംഗ് റിയാക്ടർ ആണ് കാമിനി. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇന്ധനം യുറേനിയം 233 ആണ്. തമിഴ്നാട്ടിലെ കൽപ്പാക്കം ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ്റെ അകത്താണ് കാമിനി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ആണ് കൽപ്പാക്കം. ഇതിൻ്റെ മറ്റൊരു പേരാണ് ഇന്ദിരാഗാന്ധി ആറ്റോമിക് പവർ സ്റ്റേഷൻ. ആണവ നിർവ്യാപന കരാർ നിലവിൽ വന്നത് 1970 മാർച്ച് 5-ന് ആണ്. ആണവ നഷ്ട പരിഹാര സിവിൽ ബാധ്യതാ ബിൽ ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയത് 2010 ആഗസ്റ്റിൽ ആണ്. ആണവാപകടം ഉണ്ടായാലുള്ള ബാധ്യത നിലയത്തിൻ്റെ നടത്തിപ്പുകാർക്ക് ആയിരിക്കും. നിലയത്തിൻ്റെ നിർമ്മാതാക്കൾക്കോ വിതരണക്കാർക്കോ ആയിരിക്കുകയില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്നതാണ് ഈ ബിൽ. ഇന്ത്യയുടെ ആദ്യ ന്യൂക്ലിയർ സബ്മറൈൻ അഥവാ ആദ്യ ആണവ അന്തർവാഹിനി ആണ് INS ചക്ര. INS ചക്ര റഷ്യയിൽ നിന്നും ലീസിന് എടുത്തത് ആണ്. ഇന്ത്യയുടെ ആദ്യ ന്യൂക്ലിയർ വെപ്പൺ ലോഡഡ് സബ്മറൈൻ അഥവാ ആദ്യ ആണവ വാഹക അന്തർവാഹിനി ആണ് INS ശൽക്കി. INS ശൽക്കി ഒരു ഡീസൽ എൻജിൻ ആണ്. പക്ഷേ ഇതിൽ ലോഡ് ചെയ്തിരിക്കുന്ന വെപ്പൺസ് എല്ലാം ന്യൂക്ലിയർ വെപ്പൺസ് ആണ്. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ അന്തർവാഹിനി ആണ് INS ശൽക്കി. 1987-ൽ രാജീവ് ഗാന്ധി ആണ് ഇത് കമ്മീഷൻ ചെയ്തത്. ഇത് ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായത്തോടെയാണ് നിർമ്മിച്ചത്.
ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ആണവ അന്തർവാഹിനി ആണ് INS അരിഹന്ത്. ഇത് കമ്മീഷൻ ചെയ്തത് 2013 ആണ്. ഇതിന് 112 മീറ്റർ നീളവും 25 മീറ്റർ വീതിയും ഉണ്ട്. 6000 ടണ്ണാണ് ഇതിൻ്റെ ഭാരശേഷി. 100 സേനാംഗങ്ങളെ വഹിക്കുവാനും ആകും. ഇന്ത്യയും റഷ്യയും ചേർന്ന് ബംഗ്ലാദേശിൽ സംയുക്തമായി നിർമ്മിക്കുന്ന ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ആണ് റൂപ്പാർ. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം ആണ് ഓസ്ട്രിയയിലെ വിയന്ന. ഇന്ത്യയിൽ നിലവിൽ പ്രവർത്തിക്കുന്ന ആണവ നിലയങ്ങൾ ആണ് കൽപ്പാക്കം ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, കൂടംകുളം ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, നെറോറ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, കക്രപ്പാർ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, രാവത്പാഠ ഓർ കോട്ട ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, താരാപൂർ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, കൈഗ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ എന്നിവ. കൽപ്പാക്കം ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലും നെറോറ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലും കക്രപ്പാർ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലും രാവത്പാഠ ഓർ കോട്ട ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലും താരാപൂർ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലും കൈഗ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലും ആണ്. ആൻഷി നാഷണൽ പാർക്കിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ആണ് കൈഗ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് ഉള്ള സംസ്ഥാനം തമിഴ്നാട് ആണ്. കൂടംകുളം ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ ആണ്. ഇത് റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ചത് ആണ്. 1988 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയും സോവിയറ്റ് യൂണിയൻ്റെ പ്രസിഡന്റായിരുന്ന മിഖായേൽ ഗോർബച്ചേവും ചേർന്ന് ആണ് കരാറ് ഒപ്പിട്ടത്. സോവിയറ്റ് യൂണിയൻ്റെ അവസാനത്തെ പ്രസിഡന്റ് ആയിരുന്നു മിഖായേൽ ഗോർബച്ചേവ്. കൂടംകുളം സമരനായകൻ എന്ന് അറിയപ്പെടുന്നത് SP ഉദയകുമാർ ആണ്. അണ്ടർ കൺസ്ട്രക്ഷനിലുള്ള പ്രൊജക്റ്റുകൾ ആണ് കൊവാഡ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ആന്ധ്രാപ്രദേശ്, ഭീംപൂർ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ മധ്യപ്രദേശ്, ചുട്ക ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ മധ്യപ്രദേശ്, ഗോരഖ്പൂർ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഹരിയാന, മിതിവൃഥി ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഗുജറാത്ത്, ജയ്ദാപൂർ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ മഹാരാഷ്ട്ര എന്നിവ. ഇന്ത്യയിൽ ആകെ 2 റിസർച്ച് സെൻ്ററുകൾ ആണ് ഉള്ളത്. ഇന്ദിരാഗാന്ധി ആറ്റോമിക് റിസർച്ച് സെൻ്ററും ഭാഭ ആറ്റോമിക് റിസർച്ച് സെൻ്ററും ആണ് അവ. ഇന്ദിരാഗാന്ധി ആറ്റോമിക് പവർ സ്റ്റേഷനും റിസർച്ച് സെൻ്ററും സ്ഥിതി ചെയ്യുന്നത് കൽപ്പാക്കത്ത് ആണ്.